കരുവന്നൂരിൻ്റെ കാര്യത്തിൽ സി പി ഐക്കാർ കാശ് കട്ടത് മുഴുവൻ പൊട്ടിച്ചത് മുഴുവൻ സി പി ഐക്കാരാണ്. സി പി ഐക്ക് ഒരു ഗുണം കിട്ടില്ല, ചീത്തപ്പേരല്ലാണ്ട്. മനസ്സിലായി. അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. കൃത്യമായിട്ട് ആ സ്പേസിലേക്ക് സുരേഷ് ഗോപി അവതരിച്ചു. അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്കൊരു കാൽനട ജാഥ നടത്തി. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തത് ഒരു പക്ഷേ ബി ജെ പിക്കാരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്തവരായിരിക്കും. പക്ഷേ ഈ ജാഥയുടെ കൂടെ മറ്റവരുടെ മനസ്സുണ്ടായിരുന്നു. ആരുടെ? പണം പോയവരുടെ, അവരുടെ ബന്ധുക്കളുടെ. ഇത് ആരും കണ്ടില്ല. അത് ഒരു വശം. ഇയാൾ നടന്ന് അവിടെ ചെന്നപ്പോഴേക്കും പുള്ളിയുടെ കാലിൻ്റെ മസിൽ കയറുകയും പുള്ളി വളരെ അവശരാകുകയും ചെയ്തു. അപ്പോൾ ഈ സി പി ഐക്കാരൊക്കെ ഇയാളെ പരിഹസിച്ചു. കേട്ടോ, സുരേഷ് ഗോപിയുടെ മസിൽ കയറലല്ല കാര്യം, മറ്റേതാണ്. ഏത്? കാശ് പോയ ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. അത് ക്യാപിറ്റലൈസ്, അതൊരു വികാരമായിരുന്നു. ഇരിക്കാലം കൂടാന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. അവിടെ സുനിൽകുമാർ 3ാം സ്ഥാനത്തായി പോയി. അതെങ്ങനെ സംഭവിച്ചു? കൃത്യമായിട്ട് വോട്ടങ്ങോട്ട് പോയി. അല്ലാണ്ട് പൂരം കലക്കിയതുകൊണ്ടല്ല തോറ്റത്. പൂരം കലക്കിയത് ഒരു ചെറിയ ഘടകം മാത്രമാണ്. പൂരം സ്വാഭാവികമായിട്ടും തൃശ്ശൂർക്കാർക്ക് വൈകാരികമായിട്ടുള്ള വിഷയമാണ്.